നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് എന്നത് നമുക്കൊക്കെ അറിയാം. താരിഖ് സ്വലാത്തിന് അല്ലാഹു തആല ഒരു സ്ഥാനവും വിശുദ്ധ ഇസ്ലാമിൽ നൽകുന്നില്ല. താരിഖ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നിസ്കാരം ഒഴിവാക്കുന്ന ആള്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാള്. എന്നാൽ നിസ്കാരം പലപ്പോഴും നമ്മൾ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കും. ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടന്ന ആള്, അയാൾക്കൊക്കെ നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ, അതിലേക്കൊന്നും പോകാതെ നിസ്കാരം ഒഴിവാക്കും നിസ്സാര വിഷയത്തിന് വേണ്ടി. ഇപ്പൊ എന്തായാലും നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെനക്കെടാണ്. ഇതാണ് നമുക്കുള്ള മറുപടി. അത് കഞ്ഞിക്കാലം തേച്ചിട്ട് വന്നിട്ട് ഒരുങ്ങി കുറച്ച് മെനക്കണം. അതുകൊണ്ട് ഇപ്പൊ വേണ്ട, ഒന്നായിട്ട് കൂട്ടിയടിക്കുക. അല്ലാഹു തആല നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായ ഒരു ഫർളാണെന്ന്. ഓരോ നിസ്കാരത്തിനും ഓരോ സമയമുണ്ട്. ആ സമയം തന്നെ നിർവഹിക്കണം. അഥവാ സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ന് പറഞ്ഞാല് കണ്ട് മാറ്റിക്കാണ്ട് പിന്നെ ആക്കായെന്നല്ല. ഒരാൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാൾ എന്താക്കണം? വളരെ പെട്ടെന്ന് ഖളാ വീട്ടണം. ഒരു കാരണവുമില്ലാതെ വിട്ടുപോയ നഷ്ടപ്പെട്ട നിസ്കാരാണെങ്കിൽ പെട്ടെന്ന് ഖളാ വീട്ടണം. പെട്ടെന്ന് ഖളാ വീട്ടുകാരനായ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഖളാ വീട്ടുക, അത് പറ്റില്ല. അവന്റെ അത്യാവശ്യമായ മലമൂത്ര വിസർജനം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയം, ബാക്കിയൊക്കെ ഈ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയിട്ടു. അതുകൊണ്ടാണ് ഫർദ് നിസ്കാരം ഖളാ ഉള്ള ആൾക്ക് സുന്നത്ത് നിസ്കാരം കൂടി പറ്റൂല എന്ന് പറയുന്നത്. നമ്മളിപ്പോ അങ്ങനെ തറാവീന് വരുമ്പോ ഇങ്ങനെ വന്നാ മതി, ഓനൊക്കെ ഫർദൊക്കെ ചിലപ്പോ തറാവീന് ഓനെ ആട്ടണ്ട, ഓനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ തറാവീഹിന്റെ സൊഫിൽ നിന്നിട്ട് ഖളാ വീട്ടണ നെയ്യത്തോടുകൂടെ ഓനക്ക് ഖളാ വീട്ടണം. ചിലപ്പോ അങ്ങനെയാണ് ചെയ്യണത്. നമ്മളെ കാഴ്ചപ്പാടിൽ ഓനൊക്കെ തറാവീക്ക് വെച്ചത് എന്താ? നമ്മളെ ഫർദനൊക്കെ വെച്ചാൽ ആൾക്കാരാണ് നമ്മൾ പറയുന്നത്. ഓനക്ക് അങ്ങനെ ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഞാൻ ഈ ഓനെന്ന് പറഞ്ഞ ചിലപ്പോ നമ്മളൊക്കെ അങ്ങനെ ആണെങ്കിൽ അതിന് ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. ഈ തറാവി ആയിട്ട് ഒരേറ്റ മാസം കൂടി കഴിയട്ടെ, എന്നിട്ട് ഖളാ വീട്ടാന്ന് വാദം കണ്ട നഷ്ടപ്പെട്ട നിസ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രയും ഗൗരവമാണ് നിസ്കാരത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നേരിട്ട് വിളിച്ച് മുത്തുനബി അങ്ങോട്ട് പോയിട്ട് മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട് അല്ലാഹു കൊടുത്ത സമ്മാനമാണ് നിസ്കാരം നൽകുന്നത്. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ, ഞാനതിന്റെ കഥയിലേക്കൊന്നും പോകില്ല, ആ രാത്രിയിൽ അല്ലാഹു തആല ഈ ഉമ്മത്തിന് സന്തോഷത്തോടു കൂടെ കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം. അതെങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറിയാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ മക്കളോട്, വളർന്നു വരുന്ന തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതെന്താണ് നിസ്കരിച്ചാൽ അങ്ങനെ ആൾക്കാർ ഇതല്ല, നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നിസ്കാരം ശീലിപ്പിക്കുക, അതൊരു പതിവാക്കി മാറ്റുക. ഒരുപാട് വീടുകളിൽ, കുടുംബങ്ങളിൽ ആ ശ്രദ്ധ നല്ലോണം ഉണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാറുമില്ല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കല്യാണം ഉണ്ടായാലും സൽക്കാരം ഉണ്ടായാലൊക്കെ നമ്മൾ നിസ്കാരം ഒഴിവാക്കണം. ആ തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞില്ല, ഒറ്റ മറുപടി ഇതേ ഉള്ളൂ നമുക്ക്. ആ തിരക്ക് ആളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നപ്പോ നിസ്കാരം പോയി ഉണ്ടാൻ പറ്റൂല. പടച്ചവനോട് ഉണ്ടാൻ പറ്റൂല. ളുഹ്റ് ബാങ്ക് കൊടുത്തിട്ട് അസർ വരെ എത്ര മണിക്കൂറുണ്ട്. നമുക്ക് നമ്മളെ ഇടയിലുള്ള മറുപടി എന്താണ്? ആ തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞില്ല. ആ തിരക്കിന്റെ ഇടയിൽ എനിക്കൊരു 10 മിനിറ്റ് മതി ഒന്നെടുക്കാനും നിസ്കരിക്കാനും എല്ലാം കൂടെ. നമ്മളാ വേണ്ട നിസ്കാരമാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കഴിയുകയും ചെയ്യും. മുമ്പ് ഒരാളോട് ചോദിച്ചാൽ എനിക്ക് ളുഹ്റ് നിസ്കരിക്കാൻ എത്ര സമയം പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒറ്റക്കാണെങ്കിൽ 2 മിനിറ്റ്, ഒപ്പം ആളുണ്ടെന്നുണ്ടെങ്കിൽ 5-6 മിനിറ്റ് വേണ്ടി. എന്ന പോലെയാണ് നമ്മളെ നിസ്കാരം. ഈ കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരം നമ്മള് ആളുകൾ വരുമ്പോഴൊക്കെ സ്വീകരിക്കും. വേറെ ആരെങ്കിലും ഒരാളോടെ നിർത്താൻ ഞാൻ നിസ്കരിച്ച് പറ്റുമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം. ഇത് നമ്മൾ ആളുകൾ, പെണ്ണുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പലപ്പോഴും പെണ്ണുങ്ങളെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട്, കല്യാണത്തിൽ നിന്നൊക്കെ നമ്മളെ പെൺകുട്ടീനെ, നമ്മളെ മകളെ നമ്മൾ അണിയിച്ചൊരുക്കി രാവിലെ തന്നെ ഒരുക്കുമല്ലോ. ഒരുക്കി ഇങ്ങനെ ഉഷാറാക്കി മാണ്ടാന്നല്ല, നിങ്ങൾ കഴിയണ വഴിയിലൊക്കെ ഒരുക്കിക്കോടി. ആ പെണ്ണിനെ ഇണങ്ങാറാക്കണ്ടെന്നുള്ള കാര്യം ഞാൻ പറയും. അങ്ങനെ ഒരുക്കി പിടിച്ചെല്ലാം കൂടിയിട്ട് ആ കുട്ടിക്കൊന്നും ളുഹ്റും ഉണ്ടാവില്ല, അസറും ഉണ്ടാവില്ല. ഏതാ കുട്ടീന്റെ ദിവസം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ
സ്വന്തം പെരേന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് പോകുന്ന ദിവസം. ആ ദിവസം ഉമ്മ പറയണ അല്ലെങ്കിൽ വാപ്പ പറയണ അത് നീ സാറിന് അവിടെ ചെന്നിട്ട് കള്ളാവ് വീട്ടാണ്. ആരാ പറഞ്ഞ നമ്മളാണ് അവിടെ ചെന്നിട്ട് കള്ളാവ് വീട്ടാണ്. ഈ കുട്ടി അവിടെ ചെന്നാൽ കള്ളാവ് വീട്ടും. കുറച്ച് ബോധമുള്ള കുട്ടിയാണെങ്കിൽ കള്ളാവ് വീട്ടുകയാണെങ്കിൽ തന്നെ അവിടുത്തെ അമ്മായിമയും വേറെ പോലെ വന്നു നോക്കും. ഇപ്പോഴത്തെ ഒന്നോട് നാട്ടും മറ്റേ അഞ്ചത്തിനോട് പറയും എന്താ നിസ്കരിച്ചെന്നെ ബീവി ആയിപ്പോവും. അച്ഛൻ ആ പരിന്ന് ആ കുട്ടിക്ക് കിട്ടണ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊക്കെ പലയിടത്തും സംഭവിച്ചതാണ്. പലയിടത്തും സംഭവിച്ചതാണ്. അപ്പൊ ആകെയുള്ള പ്രശ്നം എന്താണ്? ആ കുട്ടിന്റെ മേക്കപ്പിനും വേണ്ടി ആയിരങ്ങളാണ് ചെലവാക്കിയിട്ടുള്ളത്. എത്ര എനിക്ക് അറിഞ്ഞൂടാ. ആയിരങ്ങളാണ് ചെലവാക്കിയില്ല. ആ ആയിരങ്ങൾ ഈ ഒരു ഒത്തൊടുക്കലോട് കൂടെ കലങ്ങിപ്പോകും. അതുകൊണ്ടൊക്കെ നിസ്കരിക്കേണ്ട പരിയിലേക്ക് നിസ്കരിച്ചാൽ മതി. ഇത് ആരാ പറയണത്? പള്ളിന്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, മഹല്ല് ഖത്തീബാണ്. നമ്മളായി പറയണത് എവിടെത്തി? നമ്മളെവിടെത്തി? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാനിത് ഇങ്ങനെ മുന്നിലുള്ളവരെ പറയാൻ കാരണം നമ്മളാരും അങ്ങനെ ആകരുത് എന്നുള്ളത്. എന്നിട്ട് ആ കുട്ടിയെ ഈ വിഷയത്തിൽ മാനസികമായ ഒരു സമർത്ഥത്തിന്റെ ആളുകൾ കുട്ടി. ഞാനിത് പറയാൻ കാരണം രജമാണ്, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസം. ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം. ഇങ്ങനെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കാരം കഥാവ് നഷ്ടപ്പെടുത്തുന്നത്. പിന്നെ കഥാവ് വീട്ടിയ പോലെ ഒരു ലാഘവത്തോടു കൂടെ നമ്മൾ കാണും. കഥാവ് വീട്ടിയ പോലെ എത്രത്തോളം നോക്കുകയാണെങ്കിൽ എങ്ങനെ കൽപ്പനുള്ളത്. ഒരാൾക്ക് ഓർമ്മ കൊടുക്കാനുള്ള വെള്ളം കിട്ടിയില്ല, തൈമ ചെയ്യാനുള്ള മണ്ണുമില്ല. അയാളോട് വരെ ആ നേരത്തിന്റെ ഞാൻ പറഞ്ഞത്. കാരണം ഫർദസ്കാരം മൗക്കൂട്ടാണ്, സമയബന്ധിതമാണ്. ഒരാൾക്ക് എടുക്കാൻ തുണിയില്ല, അവറത്ത് മറക്കാൻ ഒരു സാധനമില്ല. എന്നാലും ഓൻ ആ നേരത്തെ നിസ്കരിക്കണം. പിന്നെ അതൊക്കെ തരപ്പെട്ടാൽ എന്താക്കണം? മടക്കി നിസ്കരിക്കുമ്പോൾ അതാണ് മസല. ഒരാൾക്ക് കിബിലിനെ കുറിച്ച് ഒരു പൊടുത്തുമില്ല. ഓൻ കാരണമായി തിന്നാണ്ട് നിസ്കരിക്കണം. ഇതാണല്ലോ മസാല. പക്ഷെ നമ്മളത് തീരെ ശ്രദ്ധിക്കണില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു ഈ റജബില് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നിസ്കാരം കൊണ്ട് ഉഷാറായി നിസ്കരിച്ചിട്ട് ആഴത്ത് കിട്ടോടെ അള്ളാഹു നമുക്ക് നമ്മളെ കൽബും ശരീരവും ഒക്കെ നിസ്കാരത്തിൽ നല്ല ഖുശൂഇല് എത്തുന്ന ഒരവസ്ഥ അള്ളാഹു തരട്ടെ. ഖുശൂഖ് എന്ന് പറഞ്ഞാൽ ളാഹിരിയായ ഖുശൂഉണ്ട്, ബാത്തിനിയായ ഖുശൂഉണ്ട്. അപ്പൊ വലിയ ചർച്ച അങ്ങോട്ട് പോവില്ല. ളാഹിരി ബാത്തിനി എന്നാൽ ആന്തരികമായ ഖുശൂഖ്. അത് നമുക്ക് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോകാതെ നമ്മളങ്ങനെ നിസ്കരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നാണ് ബാത്തിനിയായ ഖുശൂഖ്. പിന്നെ ളാഹിരിയായ ഖുശൂഖ് എന്ന് പറഞ്ഞാല് പുറത്തു ഒരു അച്ചടക്കം ഉണ്ടാകും. ഇത് അല്ലാഹു അക്ബർ പറഞ്ഞതിന് കാലം കെട്ട് കയ്യും കെട്ട് പമ്പ എത്രത്തോളം ചിലര് ഫോണെങ്ങാനും വന്നെങ്ങനെ നോക്കിങ്ങാണ്ട് വരെ ഓഫാക്കിട്ട് നോക്കണം, നിനക്ക് പിടിച്ചാക്കണം. പ്രശ്നം ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ ഓലാകെ കണ്ടെത്താനൊക്കെ കൊടുക്കണം. ഗൾഫ് നാട്ടിൽ അങ്ങനെയാണ്. എന്നോട് നാളെ ഒരാൾ പറഞ്ഞു അത് പ്രശ്നത്തിൽ സാധിക്കും. ഗൾഫ് നാട്ടിൽ അറബികളൊക്കെ അങ്ങനെ ചെയ്യരുത്. അറബികളൊക്കെ ചെയ്യരുത്. അതുകൊണ്ട് ഇവരും ഇങ്ങനെ പോകണം. ഓന ആ ഫോൺ എടുത്തുകൊണ്ട് അല്ലോ ഞാൻ നിസ്കാരത്തിലാണ് ഇതിന്റെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞിട്ട് വരരുത് പറയാൻ. അതേസമയം ചിലപ്പോ അറബികളെന്തുണ്ടാവും ഫോൺ ഇങ്ങനെ വരുമ്പോ പരമാവധി നിൽക്കും. സുജൂദിക്കാണ്ട് പോകുമ്പോ ചിലരെടുത്ത് ഇങ്ങനെ ചെലസല്ലി അല്ലെങ്കിൽ ഉറക്കാനുണ്ടാവും എന്ന് പറയുന്നവരൊക്കെ നമ്മൾ അനുഭവിച്ചിരിക്കണം. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചവനോടുള്ള മുനാജാത്തല്ലേ, അള്ളാഹുവിനോടുള്ള സംഭാഷണമല്ലേ. ആ റബ്ബിനോട് സംഭാഷണം ചെയ്യുമ്പോൾ പടച്ചോന്റെ തിരിഞ്ഞ് വേറെ നാളെ നിൽക്കുമ്പോൾ സങ്കടം ഉണ്ടാവും. ഗൾഫിനോട് ഒരു കാര്യം പറയണം, ഞാൻ നിങ്ങൾക്ക് മുഖം തരാതെ ഞാൻ ഇങ്ങനെ അടിപൊളി അല്ലെങ്കിൽ ഫോണുകൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യൻ പറയില്ലേ ഇതന്നെയാണ് പടച്ചോൻക്കുണ്ടാകുക. എന്നാലും പടച്ചോനായിട്ടാണ് അല്ലേ, പടച്ചോനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ വെച്ചേക്കോ ഓരോ നിസ്കാരത്തിലും കൂടെ ഇങ്ങനെ കയ്യെട്ടിങ്ങാണ്ട് നാളെ ഇപ്പോ രാവിലെ തന്നെ പോകണം. അപ്പൊ അതൊക്കെ നമ്മൾ ഓടുന്നുണ്ട്, സൂറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ നാളത്തെ കല്യാണം മറ്റു നാളത്തെ സൽക്കാരും അതേപോലെ പരിപാടികളൊക്കെ ഇങ്ങനെ ആയിരിക്കും. പഠിച്ചവനായിട്ടല്ലേ, അല്ലെങ്കിൽ അതിന്റെ തലക്ക് കിട്ടൂലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹ് റഹ്മാനെ നമ്മളെ നിസ്കാരത്തിലും ജീവിതത്തിലൊക്കെ വരുന്ന വീഴ്ചകൾ അള്ളാഹുത്താല പുറത്തിട്ട് അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. പക്ഷെ അങ്ങനത്തെ ഉറപ്പാണ് അതിന്റെ ആയിക്കോട്ടെ എന്ന കോലത്തിലാകാൻ പാടില്ല. പരമാവധി വന്നു പോകുന്ന പാഴ്ചകളൊക്കെ റബ്ബിനോട് അങ്ങനെ പൊറപ്പിക്കുക. അതിന് പറ്റിയ സമയം കൂടിയാണ് ഈ റജബ്. അടുത്ത വെള്ളിയാഴ്ച റജബ് 26
വെള്ളിയാഴ്ച അസ്തമിച്ചാൽ 27ന്റെ രാവ്, ശനിയാഴ്ച മേറാജിന്റെ നോമ്പ് സുന്നത്തായി നോൽക്കേണ്ട ദിവസമാണ്. ചിലവർക്ക് അപ്പോഴും മുത്തുനബി നോറ്റിക്കണം, സഹാബാക്കൾ നോറ്റിക്കണം. ഇതൊക്കെ ചോദിക്കണം, മുത്തുനബി ചെയ്തതിന്റെ ചെയ്യുള്ളൂ എന്നല്ല. മുത്തുനബി അങ്ങനെ ചെയ്തിക്കണം. മുത്തുനബി എന്ത് വർത്താനൊക്കെ അങ്ങനെയാണ് ചിലര്. റസൂലുള്ള ചെയ്തിക്കണം, മേറാജിന്റെ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. റസൂലുള്ള ഇലക്ഷൻ ഇങ്ങനെ ചാടി കളിക്കുന്നു. ഒരു ഉദാഹരണം പറയും, റസൂലുള്ള വരിയിൽ കല്യാണ്ടായപ്പോ അങ്ങനെ ഇങ്ങനെ ആക്കിയത്. റസൂലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെറുതെ മാണ്ടാത്ത പണിയൊക്കെ ഈ ചെയ്യണ അറിയുന്ന റസൂലുള്ള. ഈ നോമ്പ് ഒരുക്കണോ അതിന്റെ റസൂലുള്ള. അള്ളാഹു പരമാവധി ഇത്തരം സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഫർദിലുള്ള വീഴ്ചകളൊക്കെ അങ്ങോട്ട് പരിഹരിച്ച് റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. റമദാൻ അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ.